ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ അടുത്ത് കുറച്ച് വിത്തുകളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് പാകി മുളപ്പിക്കുന്നത് കാണിക്കാം എന്ന് വിചാരിച്ചു. മഴക്കാലമല്ലേ, മുറ്റത്തും പറമ്പിലുമൊക്കെ നട്ടാൽ അതെല്ലാം ഒലിച്ചു പോകുമല്ലോ. അതുകൊണ്ട് ചെറിയ പാത്രങ്ങളിലായി നടാമെന്ന് വിചാരിച്ചു. ചീര, വെണ്ട, പയർ, തക്കാളി എന്നിവയുടെ വിത്തുകളാണ്. ആദ്യമായി ഒരു പാത്രത്തിൽ കുറച്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം പാത്രങ്ങളിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും കുമ്മായപ്പൊടിയും കലർത്തിയ മണ്ണിൽ വിത്തുകൾ പാകി കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തു. വെയിലുള്ളപ്പോൾ സൂര്യപ്രകാശം കൊള്ളുന്നതിനായി വെക്കാറുണ്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പയർ വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങി. പിന്നെ അടുത്ത ദിവസങ്ങളിലായി ഇല വന്നു തുടങ്ങി. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചീര, വെണ്ട എന്നീ വിത്തുകളും മുളയ്ക്കുന്നത് കാണാം. നമ്മൾക്കായി ഫലം കിട്ടണമെങ്കിൽ നല്ല വിത്തുകൾ ആയിരിക്കണം എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. എൻ്റെ അമ്മ മഴ വരുന്നതിന് മുൻപേ കുറച്ച് വെണ്ടയും വഴുതനയും എല്ലാം നട്ടിരുന്നു. അതിൽ നിന്നും ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് കായകൾ കിട്ടാറുണ്ട്. പിന്നെ ചീര, മുരിങ്ങ എന്നിവയിൽ നിന്നും ഇലകൾ കിട്ടാറുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഈ ചെറിയ കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലെ വലിയ കാര്യങ്ങളായി ഞാൻ കാണുന്നു. പിന്നെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ചെടികൾ നടേണ്ടത്. എല്ലാ ചെടികളും എല്ലായ്പ്പോഴും ഫലം തരണമെന്നില്ല. മിക്ക ചെടികളും വെയിലുള്ളപ്പോൾ മാത്രമേ പുഷ്പിക്കുന്നതും ഫലം തരുന്നതും. കാരണം ചെറിയ പ്രാണികളും ശലഭങ്ങളും പരാഗണം നടത്തണമല്ലോ. ചെടികൾക്ക് കായ്ഫലം ഉണ്ടാകാനായി മഴക്കാലത്താണെങ്കിൽ എല്ലാ ജീവികളും അതിൻ്റെതായ വാസസ്ഥലത്തിൽ ഒതുങ്ങി കഴിയുന്നു. വെയിൽ അവ പാറിപ്പറന്ന് നടന്ന് അവരുടേതായ ക്രിയകൾ ആരംഭിക്കുന്നു. തന്മൂലമാണല്ലോ ചെടികളും വൃക്ഷങ്ങളുമെല്ലാം കായ്ക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ആൾ.